സർക്കാരിനെ പ്രശംസിച്ച് എഴുത്തുകാരി KR മീര. ചൂരൽമലയിൽ വീട് ലഭിച്ച വീട്ടമ്മയുടെ ആനന്ദ കണ്ണീരിനാണ് തെരഞ്ഞെടുപ്പ് വിജയത്തെക്കാൾ പ്രാധാന്യം. ആ കണ്ണീരിനൊപ്പം നിൽക്കാൻ കഴിയുക എന്നതാണ് ഇടതുപക്ഷത്തിന് ചെയ്യാനുള്ളത് എന്നും KR മീര പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര പഠന കോൺഗ്രസിലായിരുന്നു KR മീരയുടെ പരാമർശം. ചൂരൽമലയിൽ നറുക്കെടുക്കുന്ന ആ വീട്ടമ്മയുടെ കണ്ണിലെ ആനന്ദത്തിൻ്റെ കണ്ണീരിനാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കാൾ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ആ കണ്ണീരിനൊപ്പം നിൽക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന് ഇന്ന് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലുള്ള ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ള എൻ്റെ ആഹ്ലാദം ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നു. അർജുന, അവർ പരാമർശിച്ച വിഷ്വൽസ്, അതായത് നമ്മളിപ്പോൾ കാണുന്ന വിഷ്വൽസ് ആരെയും ടച്ച് ചെയ്യുന്നതായിരുന്നു. അത് രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചാലും പക്ഷേ ഇത് വളരെ മനോഹരമായൊരു കാര്യമായി എന്ന് പലർക്കും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അഭിപ്രായമുള്ളതാണ്. അക്കാര്യം തന്നെയാണ് KR മീര അവിടെ വൈകാരികമായിട്ട് പറഞ്ഞത്, അല്ലേ? സനീഷ, തീർച്ചയായും ചൂരൽമലയിൽ നറുക്കെടുപ്പിലൂടെ വീട് ലഭിച്ച വീട്ടമ്മയുടെ ആനന്ദ കണ്ണീർ അത് ലോകം മുഴുവൻ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ആ ദൃശ്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സർക്കാരിനെ എഴുത്തുകാരി KR മീര പ്രശംസിക്കുന്നത്. അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് വേദിയിലായിരുന്നു ആ പ്രശംസ. ആ കണ്ണീരിനൊപ്പം നിൽക്കാൻ കഴിയുക എന്നതാണ് ഇടതുപക്ഷത്തിന് ചെയ്യാനുള്ളത്. അതാണ് ഈ സർക്കാർ നടത്തിയത് എന്നുള്ളതാണ് KR മീരയുടെ പ്രശംസ. അത് ആ ആനന്ദ കണ്ണീർ തെരഞ്ഞെടുപ്പ് വിജയത്തിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് എന്ന് KR മീര പറയുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഇന്ന് വിശദമായി സംസാരിച്ച ആ വിഷയത്തെ കൂടി പരാമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വേറൊരു മുഖ്യമന്ത്രിയും കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ആകുലത പങ്കുവെക്കുന്നതായി താൻ കേട്ടിട്ടില്ല. അങ്ങനെ എല്ലാ മേഖലകളെ കുറിച്ചുള്ള കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി എന്നുള്ള പ്രശംസയും ഉണ്ട്. എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ വേദിയിൽ വരുന്നു, അല്ലെങ്കിൽ എന്തിനാണ് ഈ പക്ഷത്ത് നിൽക്കുന്നത് എന്നതും KR മീര വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും അടിത്തട്ടിൽ ഏറ്റവും സഹായം ആവശ്യമുള്ള മനുഷ്യരുടെ പക്ഷത്തെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ പക്ഷത്ത് ആരാണോ ഉള്ളത് അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് താൻ കരുതുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വേദിയിൽ വന്നതെന്ന് KR മീര പറയുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ടാണ് ചൂരൽമല വിഷയം അവർ പരാമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. സനീഷ, ശരി.